ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല. അതൊക്കെ ദേശീയ നേതാക്കൾ തീരുമാനിക്കുന്നതാണ്. ദേശീയ നേതൃത്വമാണ് അതേക്കുറിച്ച് തീരുമാനിക്കുന്നത്. BJP-യുടേതാണെങ്കിൽ മോദിയും അമിത്ഷായും ഒക്കെയാണ് തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസിൻ്റേതാണെങ്കിൽ സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന ചോദ്യമാണ് നമ്മോട് അല്ലെങ്കിൽ ജനങ്ങളോട് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതാക്കൾ ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലും ശരിയാണല്ലോ എന്ന് തോന്നും. ശരിയാണ്, ഈ പാവങ്ങൾ എന്ത് പിഴച്ചു എന്ന തോന്നൽ നമ്മുടെ മനസ്സിലും ഉണ്ടാകും. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? ഈ പണത്തിൻ്റെ വിഹിതം കേരളത്തിലേക്ക് വന്നിട്ടില്ലേ? ഈ പണത്തിൻ്റെ സ്വാധീനം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് മന്ത്രി MB രാജേഷ്. അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട് പാലക്കാട്. ആ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. നേരത്തെ ഇലക്ട്രൽ ബോണ്ടിൽ പല വിവരങ്ങളും വന്നു. 1500 കോടി കൊടുത്ത ഒരു കമ്പനിക്ക് 30,000 കോടിയുടെ കരാറ് കിട്ടി എന്നൊക്കെയുള്ള വന്നു. ഇത് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ഉദാഹരണമാണ്. അപ്പൊ ബെമൽ വിൽപ്പനയിൽ യഥാർത്ഥത്തിൽ BJP-യും കോൺഗ്രസും ഒത്തുകളിച്ചിരിക്കുകയാണ്. രണ്ടു കൂട്ടരും കൂടി 1034 കോടി രൂപ കോഴ വാങ്ങി രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനം വിറ്റഴിക്കാൻ ഒത്തുകളിച്ചിരിക്കുകയാണ്. ഇതൊരു രാജ്യദ്രോഹ നടപടിയാണ്. അത് കോഴയാണെന്നിപ്പോൾ സുപ്രീം കോടതി വിധിയോടെ വ്യക്തമായല്ലോ. നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പറഞ്ഞ കോഴയാണല്ലോ. ആ തുകയാണ് കേരളത്തിൽ ഇരു കൂട്ടരും തെരഞ്ഞെടുപ്പിൽ ഒരുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ബെമൽ എന്ന് പറയുന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് പാലക്കാട്. 56,000 കോടി രൂപയുടെ മൂല്യമുള്ള സ്ഥാപനമാണ്. 56,000 കോടി രൂപയുടെ മൂല്യമുള്ള സ്ഥാപനം. ഏകദേശം കണക്കാക്കിയിരിക്കുന്നത് 56,500 കോടി രൂപയാണ്. അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത്രയും വിലയുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിക്കുന്നു തുച്ഛമായ വിലയ്ക്ക്. തൊഴിലാളികൾ സമരത്തിലിറങ്ങി. 1000-ലേറെ ദിവസം തൊഴിലാളികൾ സമരത്തിലാണ്. 1000-ലേറെ ദിവസം. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ്, കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹത്തെ ചിലപ്പോൾ സീറ്റ് നൽകാത്തത്. അദ്ദേഹത്തെ നിയമസഭയിലേക്കും മത്സരിപ്പിക്കാറില്ല, സീറ്റ് നൽകാറില്ല, ലോക്സഭയിലേക്കും സീറ്റ് നൽകാറില്ല. ഇത്തവണ കൊല്ലം സീറ്റ് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. INTUC നേരിട്ട് തന്നെ കത്ത് നൽകി KPCC പ്രസിഡന്റിന്. പക്ഷേ സീറ്റ് നൽകാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അതാണ് MB രാജേഷ് പറഞ്ഞ കാര്യം. 56,500 കോടി മൂല്യമുള്ള സ്ഥാപനം തുച്ഛവിലക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്കാണ് കൊടുക്കുന്നത്? അതിൻ്റെ ഓഹരി കൈമാറുന്നത് ആർക്കാണ്? മേഘ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്. മേഘ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന സ്ഥാപനം. ഈ സ്ഥാപനം ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP നൽകിയിരിക്കുന്നത് 712 കോടി രൂപയാണ്. 712 കോടി രൂപ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി BJP-ക്ക് നൽകിയിരിക്കുന്നു. BJP-ക്കല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. കോൺഗ്രസിനും നൽകിയിട്ടുണ്ട് 320 കോടി രൂപ. 320 കോടി രൂപ മേഘ കൺസ്ട്രക്ഷൻസ് ആൻഡ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെ കോൺഗ്രസും കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. 1000-ലേറെ ദിവസം തൊഴിലാളികൾ സമരം ചെയ്യുന്നു. INTUC നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് തന്നെ സമരത്തിന് വരുന്നു ബെമലിന്റെ മുന്നിലേക്ക്, പാലക്കാട് ബെമലിന്റെ മുന്നിലേക്ക്. എന്നാൽ സ്ഥലം MB അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. സ്ഥലം MB പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല. സ്ഥലം MB VK ശ്രീകണ്ഠൻ പാർലമെന്റിൽ ഇതേക്കുറിച്ച് മൗനം പാലിക്കുന്നു. അതേസമയം MB രാജേഷ് MP ആയിരിക്കുമ്പോൾ നിരന്തരം ഈ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉന്നയിച്ചതിന്റെ ഭാഗമായി ഒരു തവണ വിൽപ്പന മാറ്റിവെച്ചു. വീണ്ടും വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത്. 1000 ദിവസമായി ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ MB-യും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രാഹുൽ ഗാന്ധി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഒഴികെയുള്ളവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം, ആ ഉത്തരമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നത്. 320 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യുപകാരമാണ് ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ മന്ത്രി MB രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അതിനുള്ള മറുപടി VK ശ്രീകണ്ഠനെങ്കിലും പറയേണ്ടിയിരിക്കുന്നു.
കേരളത്തിലെ MP-മാർ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം കൈമാറാൻ തീരുമാനിക്കുന്നു. കൈമാറരുത് എന്ന് അവിടുത്തെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ആ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കേണ്ട ഉത്തരവാദിത്വം, കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? കേരളത്തിലെ MP-മാർക്കാണ്. പ്രത്യേകിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയാതിരുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ MP രാജേഷ് ചോദിക്കുന്നത്. കൃത്യമായ ചോദ്യം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഈ ഇലക്ട്രൽ ബോണ്ട് എന്നത് കേന്ദ്ര പാർട്ടിയുടെ എന്ന് വെച്ചാൽ ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് മാത്രമല്ല, അത് പല രൂപത്തിൽ പല ഘട്ടങ്ങളിലായി താഴെ തട്ടിലേക്കും വന്നിട്ടുണ്ട് എന്ന്. KPCC നേതാക്കളുടെ കയ്യിലേക്കും വന്നിട്ടുണ്ട് ആ പണം. BJP നേതാക്കളുടെ കയ്യിലേക്കും വന്നിട്ടുണ്ട് ആ പണം. അതുകൊണ്ട് തന്നെയാണ് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ബെമൽ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ, ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഓഹരി വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ, അവിടെ സമരം ഉയർന്നു വന്നപ്പോൾ അതിനോടൊപ്പം നിൽക്കാതെ, അതിനെ സഹായിക്കാതെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും മാറി നിൽക്കുന്നത്. BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ണാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ BJP നേതാക്കൾ ആ സമരത്തിൽ പങ്കെടുക്കേണ്ടതാണ്, സമരത്തോടൊപ്പം നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഒരു BJP നേതാവും BJP പ്രവർത്തകനും. എന്തുകൊണ്ട്? പ്രവർത്തകരെ ആരാണ് വിലക്കുന്നത്? നേതാക്കൾ അങ്ങോട്ട് പോകാനേ പാടില്ല എന്ന് പറയുന്നു. ഇത് ഇലക്ട്രൽ ബോണ്ടിന്റെ സ്വാധീനമാണ്. ദേശീയ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ദേശീയ നേതൃത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇലക്ട്രൽ ബോണ്ടിന്റെ സ്വാധീനം അത് താഴെ തട്ടിൽ വരെയുണ്ട് എന്നതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം പറയാനില്ല.